ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ കിടിലൻ ഫോമിലാണ് ടീം ഇന്ത്യ. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ടീം ഒരു മത്സരം ബാക്കി നിൽക്കെ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു. ആദ്യ കളിയിൽ 43 റൺസിന്റെ ജയം നേടിയ ടീം രണ്ടാമത്തെ T20യിൽ ഡർക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 7 വിക്കറ്റിനാണ് ജയിച്ചത്. സൂര്യകുമാർ യാദവിന്റെ കീഴിലാണ് ടീം ഇറങ്ങുന്നത്. ഇന്നാണ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം നടക്കുക. ഈ കളിയിലും ജയിച്ച് പരമ്പര തൂത്തുവാരുക എന്നതാകും ഇന്ത്യയുടെ ലക്ഷ്യം. അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങളോടെയായിരിക്കും ഇന്ത്യ മൂന്നാം T20യിൽ കളിക്കുക എന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. സഞ്ജു സാംസണെയും ഒരു നിരാശ വാർത്തയാണ് കാത്തിരിക്കുന്നത് എന്നാണ് സൂചനകൾ. കിട്ടിയ അവസരം വേണ്ടവിധം ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് സഞ്ജുവിന്റെ ആരാധകരുമുള്ളത്. ഏകദിന ടീമിൽ നിന്ന് തഴയപ്പെട്ടതിനാൽ T20യിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകാൻ ലഭിക്കുന്ന പരിമിത അവസരങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് സഞ്ജുവിന് പ്രധാനമാണ്. ഇത് മൂന്നാം തവണയാണ് സഞ്ജു T20യിൽ ഡക്കാവുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരത്തിലും അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരുന്നില്ല. മൂന്നാം T20 മാച്ചിലും അഫ്ഗാനിസ്ഥാനോട് റൺസ് എടുക്കും മുമ്പേ പുറത്തായി. T20 ലോകകപ്പിന് മുമ്പായുള്ള അവസാന T20 മാച്ചായിരുന്നു ഇത്. T20 ലോകകപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടിട്ടും കളിക്കാൻ സാധിക്കാതിരുന്ന സഞ്ജു സിംബാബ്വേയിൽ നടന്ന T20 പരമ്പരയിൽ അവസാനത്തെ 3 മത്സരങ്ങളിൽ കളിച്ചിരുന്നു. ഒരു മാച്ചിൽ സഞ്ജു ഇന്ത്യയുടെ ടോപ്പ് സ്കോററുമായിരുന്നു. എന്നിരുന്നാലും സഞ്ജു ഇപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തത് ആരാധകരെ നിരാശരാക്കുന്നുണ്ട്. എന്തായാലും ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം T20യിൽ ഇന്ത്യൻ ടീമിന്റെ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളും സാധ്യത പ്ലേയിങ് 11 എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ടീമിൽ ഇന്ത്യ 3 മാറ്റങ്ങൾ വരുത്താനാണ് സാധ്യത. പുറംവേദനയെ തുടർന്ന് കഴിഞ്ഞ കളിയിൽ പുറത്തിരുന്ന ഉപനായകൻ ശുഭ്മാൻ ഗിൽ ഈ കളിയിൽ ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും. ഇതോടെ സഞ്ജു സാംസണാകും പുറത്താവുക എന്നാണ് സൂചന. രണ്ടാം T20യിൽ ഗില്ലിന് പകരമെത്തിയ സഞ്ജു ഗോൾഡൻ ഡക്കായാണ് പുറത്തായത്. ആദ്യ 2 കളികളിലും ടീമിലുണ്ടായിരുന്ന ഓൾറൗണ്ടർ അക്സർ പട്ടേലിന് മൂന്നാം T20യിൽ ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് സൂചനകൾ. അങ്ങനെയെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ ടീമിലെത്തും. ഇക്കഴിഞ്ഞ സിംബാബ്വെ പര്യടനത്തിലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരുന്നു സുന്ദർ. ഇടംകയ്യൻ പേസറായ ഖലീൽ അഹമ്മദും ഈ കളിയിൽ ടീമിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. അർഷ്ദീപ് സിംഗിന് പകരമായിട്ടായിരിക്കും ഇത്. യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ചേർന്നാകും മൂന്നാം T20യിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. ആദ്യ 2 കളികളിലും ഇന്ത്യക്കായി വെടിക്കെട്ട് തുടക്കങ്ങൾ നൽകാൻ ജയ്സ്വാളിന് കഴിഞ്ഞിരുന്നു. മിന്നും ഫോമിലുള്ള ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആകും മൂന്നാം നമ്പറിൽ ഇറങ്ങുക. വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് തന്നെ കളിച്ചേക്കും. പന്തിനൊപ്പം ഹർദിക് പാണ്ഡ്യ, റിയാൻ പരാഗ്, റിങ്കു സിംഗ് എന്നിവരായിരിക്കും മധ്യനിരയിൽ കളിക്കാനിറങ്ങുക. ഇതിൽ പരാഗിന് ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ ലഭിക്കാനും സാധ്യതയുണ്ട്. അക്സർ പട്ടേലിന് പകരം വാഷിംഗ്ടൺ സുന്ദർ എത്തിയേക്കും. 8ാം നമ്പർ വരെ മികച്ച ബാറ്റിംഗ് ഡെപ്തുള്ള ടീമായിരിക്കും മൂന്നാം T20യിൽ ഇന്ത്യയുടേത്. വലങ്കയ്യൻ പേസർ മുഹമ്മദ് സിറാജ് ആകും മൂന്നാം T20യിലും ഇന്ത്യയുടെ പേസ് നിരയെ നയിക്കുക എന്നാണ് സൂചന. ആദ്യ 2 കളികളിലും പ്ലേയിങ് 11ൽ ഉണ്ടായിരുന്ന പേസർ അർഷ്ദീപ് സിംഗിന് ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കും. അങ്ങനെ വരുമ്പോൾ ഖലീൽ അഹമ്മദ് ടീമിലെത്തും. രവി ബിഷ്ണോയ് ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ആയേക്കും. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, സൂര്യകുമാർ യാദവ്, റിയാൻ പരാഗ്, ഋഷഭ് പന്ത്, ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ഖലീൽ അഹമ്മദ്, മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11.